സ്വതന്ത്രം. അങ്ങനെയെങ്കിൽ യെരൂശലേം ആക്രമിക്കപ്പെടും. ആ ഒരു യുദ്ധം ഇന്ന് തുടങ്ങി. ഗർഭിണിക്ക് പ്രസവവേദന പോലെ ഈറ്റ് നോവിൻ്റെ ആരംഭം. ആ യുദ്ധത്തിൻ്റെ പേരാ റഷ്യ ഉക്രൈൻ യുദ്ധം. എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം? റഷ്യ എന്തിനാ ഉക്രൈനെ ആക്രമിക്കുന്നത്? അടുത്ത കാര്യം കേൾക്കട്ടോ. ഇത് ഏഷ്യാനെറ്റിലെ വിനു അല്ല, മാതൃഭൂമിയിലെ ജോണി അല്ല, പിന്നെ നമ്മുടെ മീഡിയയിലെ സ്മൃതി പരുത്തക്കാടുമല്ല. എന്തിന് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു പറഞ്ഞു തരാം. ലോകത്തിലെ ഏറ്റവും വലിയ ഗോതമ്പ് രാഷ്ട്രമേതാ? ഇന്നത്തെ നിർണായകമായ റഷ്യ. അതിൻ്റെ രണ്ടാമത് പിന്നിൽ ഉക്രൈൻ. ഈ ഉക്രൈനെ ആക്രമിച്ചാൽ റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഗോതമ്പിൻ്റെ കയറ്റുമതി അവരുടെ കയ്യിൽ. രണ്ട് കേൾക്കണം, നാട്ടുകാർ കേൾക്കണം, ചാനലുകാർക്ക് പോലും അറിയത്തില്ല, അവ യൂണിവേഴ്സിറ്റി പഠിക്കണം. സ്വോത്രം. രണ്ടാമത്തെ കാര്യം, എന്തിന് ഉക്രൈനെ ആക്രമിക്കുന്നു? ഉക്രൈനകത്ത് നല്ല ഒരു നദിയുണ്ട്, നിപ്പർ. അതിലെ വെള്ളം ഗൾഫിലെ മസാഫിയേക്കാളും നല്ലതാ. കുപ്പിയിൽ അടച്ചാൽ കാശ് കിട്ടും, സന്തോഷമില്ലല്ലോ. മൂന്നാമത്തെ കാര്യം, റഷ്യയിൽ ഒരു ആണവ നിലയമുണ്ട്. ആ ആണവ നിലയത്തിൻ്റെ പേര് ചൊർണോബ് ആണവ നിലയം. അത് പ്രവർത്തനരഹിതം. ഇന്ന് അക്കരെ ഒരു ആണവ നിലയമുണ്ട്, വടശ്ശേരിക്കര കിട്ടുന്നത്. അതിൻ്റെ പേര് ഉക്രൈനിലെ സഫ്രോഷ്യ ആണവ പ്ലാന്റ്. ഇത് മൂന്നും കിട്ടാനാ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത്. ഇവനെ കൊല്ലാൻ പറ്റുമോ? കഷ്ട. ഈ ഉക്രൈൻ്റെ പ്രസിഡന്റിനെ ഇന്ന് കൊല്ലുമെന്നും പറഞ്ഞിട്ടാ പുടിൻ നിൽക്കുന്നത്. 11 മാസം കൊണ്ട് അവനെ കൊല്ലാൻ നോക്കുക. കൊല്ലാൻ പറ്റത്തില്ല. അവൻ ആരെ നോമിനിയാണെന്നറിയോ? ജോസ്റ്റാന് പോലും അറിയത്തില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡന്റെ മോൻ്റെ വലങ്കയ്യ ഉക്രൈൻ്റെ പ്രസിഡന്റ്. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. യവനെ കൊല്ലാൻ അവർ പദ്ധതി വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ യവനെ കൊല്ലാൻ പുടിൻ പദ്ധതി വെക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഉക്രൈൻ്റെ പ്രസിഡന്റ് കീവ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ഇങ്ങനെ പാടുന്നത്, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോ എൻ്റെ ശാപങ്ങൾ. കാര്യം എന്താണെന്നറിയോ? നാട്ടുകാരോട് കേട്ടണം ലൈവിൽ പോകുന്നത്. യവൻ്റെ കൈയിരിക്കുന്ന മൊബൈൽ ഫോൺ ഉക്രൈൻ്റെ അല്ല, ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റ് പെഗാസസ് അഥവാ NSO, ഇന്ത്യ ഊറ്റിയ സാറ്റലൈറ്റ്. ആ ഫോണാ ഉക്രൈൻ്റെ പ്രസിഡന്റ് ഇരിക്കുന്നത്. റഷ്യയുടെ നിന്നൊരു മിസൈൽ പോകുമ്പോൾ റാന്നിയിൽ അന്നമ്മാമ അവറാച്ചാന് ദുബായ് വാട്സാപ്പ് അടിക്കുന്ന പോലെ ഇസ്രയേൽ അടിച്ചു കൊടുക്കുന്ന ഈ പരിക്കകത്ത് കയറിയിരിക്കാം. സ്വോത്രം. അവൻ ചപ്പാത്തിയൊക്കെ തിന്നിട്ട് മിസൈൽ ഏതെങ്കിലും കയ്യാലെ വീണ്ടും ഇറങ്ങി വരും. എന്താ പാടുന്നത്? ഹല്ലേലൂയ ഓശന്ന, ഹല്ലേലൂയ ഓശന്ന. അച്ഛൻ കണ്ടില്ലേ, കഴിഞ്ഞ ആഴ്ച അവൻ അമേരിക്ക വന്നിട്ട് തിരിച്ചു പോയില്ലേ ഉക്രൈൻ്റെ പ്രസിഡന്റ്? വല്ലതും ചെയ്തു. സ്വോത്രം. യവനെ കൊല്ലാൻ പറ്റത്തില്ല. ഇതൊരു മോർദേക്കായ് ഹാമാൻ കളിയാ. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്ത്? റഷ്യ ഇപ്പം തകർന്നുകൊണ്ടിരിക്കുക. റഷ്യ തകരാൻ കാര്യം എന്തോ? സോഫ്റ്റ്വെയർ കമ്പനികൾ പോയി, കാർ കമ്പനികൾ പൂട്ടി, അവിടുത്തെ ബാങ്കിൻ്റെ IFC സ്വിഫ്റ്റ് കോഡ് തീർന്നെങ്കിൽ റഷ്യ ഒരുവനെ ആക്രമിക്കും. ഇസ്രയേലിന് അറബ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യും. ചിന്തിക്കാം. എസെക്കേൽ പ്രവചനം 39:1-2. 20 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. ശ്രദ്ധയോടെ എസെക്കേൽ പ്രവചനം 39:1-2 വായിച്ചാട്ട് കുഞ്ഞെ. അല്ലയോ മനുഷ്യപുത്ര, അല്ലയോ മനുഷ്യപുത്ര. ഗോഗിനെ കുറിച്ച് ഗോഗ് ആരാന്നറിയാമോ? നോഗയുടെ കുഞ്ഞുങ്ങളിൽ കുറെ പേരുണ്ടായിരുന്ന ഷേം, ഹാബ്, യാഫേത്ത്. വീട്ടിൽ ചെന്ന് വായിക്കണം. അതിൽ 10 ഉൽപ്പത്തി 10:2. അങ്ങനെ എൻ്റെ ഓർമ്മ, പെൻഡ്രൈവ് ഇപ്പോൾ ശരിയാവുന്നില്ല. സ്വോത്രം. ഉൽപ്പത്തി 10:2 എഴുതിയിട്ടുണ്ട്. യാഫേത്തിൻ്റെ തലമുറ മാഗോഗ്, പിന്നെ താതായി, യൂബാൽ, കുറേ മന്നന്മാരുണ്ട്. അതിൽ മാഗോഗ് ഇന്ന് മംഗോളിയൻ സാമ്രാജ്യത്തിൽ നിന്ന് വിട്ട ഒരുവൻ്റെ പേരാ ഗോഗ്. ഇന്നത്തെ റഷ്യ. അതാ ഗോഗിനെ കുറിച്ച് പ്രവചിച്ചുകൊണ്ട് എല്ലാം പ്രവചനമാണ്. അടുത്തത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ് ഇന്നത്തെ റഷ്യ, മേശക്ക് മോസ്കോ, തിരുവനന്തപുരം, ട്രിവാൻഡ്രം, അത് കഴിഞ്ഞിട്ട് ചെന്നൈ, മദ്രാസ്, ബാംഗ്ലൂർ, ബംഗളൂർ. ഇതൊക്കെ അച്ചായക്കാരോ ഉയരുന്നില്ലല്ലോ മാമ. സ്വോത്രം. സ്ഥലപ്പേര് മാറിയെന്ന്. അടുത്ത വായിച്ചാട്ട് മോളെ. ടൂബൽ, ടുബാസ്കോ, സൈബീരിയയുടെ തലസ്ഥാനം. പഠിക്കുന്ന കുഞ്ഞുങ്ങളൊന്ന് നോട്ട് ചെയ്യാട്ടെ. എൻട്രൻസിന് ചോദിക്കും, ഒരു ചായ പഠിക്കാൻ കാശ് തന്നേക്കണം, എഴുതി പോയി. സ്വോത്രം. ടുബാസ്കോ. അടുത്ത വാക്ക് ഈ പട്ടണങ്ങളുടെ പ്രഭുവായ ഗോഗെ. അതാ റഷ്യ ഉക്രൈൻ യുദ്ധം. ഇന്ന് സകല രാജ്യങ്ങളും അവർക്കെതിരെ വിരോധമായി. അടുത്തത് ഞാൻ നിന്റെ റൂട്ട് മാറ്റും. സ്വോത്രം. കാഞ്ഞിരപ്പള്ളി, എരുമേലി മാറ്റും. മുണ്ടക്കായ വഴി വിടുവന്നു. സ്വോത്രം. റൂട്ട് മാറ്റുമെന്ന്. മലയാളം, നാടൻ ഭാഷ, ഇംഗ്ലീഷ് പറഞ്ഞാൽ പഠിക്കത്തില്ല. അതുകൊണ്ട് വഴിതെറ്റിച്ച് 15 റഷ്യ വെട്ടിമുറിക്കും. 6 ഇടയ്ക്കൂടെ കൊണ്ടുപോകും. റഷ്യ വെട്ടിമുറിക്കുമെന്ന് അവിടെ ഉണ്ട്. സഖാവ് EMS അറിയാമായിരുന്നു, AKGക്ക് അറിയാമായിരുന്നു, പിണറായി സഖാവിന് അറിയാമായിരുന്നു, ഞങ്ങളുടെ രാജ് സാറിന് അറിയാമായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, പക്ഷേ ബൈബിളിനകത്തുണ്ടായിരുന്നു. സ്വോത്രം. അതില്ലേ വെട്ടിമുറിച്ച്. ആര്? മീക്കായൽ ഗർബച്ചോ, റഷ്യയിലെ ഭരണാധികാരി. അങ്ങനെ കേട്ട കരമൊന്ന് ഉയർത്തിയാട്ടെ. മീക്കായൽ ഗർബച്ചോ എന്ന് ആ പുറയിലെങ്ങാണ്ട് അച്ചായമാർ കര ഉയർത്തി. ബാക്കി ആരും പേപ്പറും വായിച്ചിട്ടില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ ആ മീക്കായൽ ഗർബച്ചോ വന്നപ്പോൾ ഗ്ലാസ് നെസ്റ്റ് പെരിസ്ട്രോയിക്ക ആരായിട്ട് മാറ്റി? 15 മാറ്റി. എങ്ങനെ റഷ്യ? താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ക്രിമിയ, അത് കഴിഞ്ഞ് ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, അത് കഴിഞ്ഞ് ബെലാറസ്, സൈബീരിയ, ചെച്ചിനിയ, അർമീനിയ, ജോർജിയ. ഞാൻ വല്ലതും കേട്ടിട്ടുണ്ടോ? കോളേജിൽ പോകുമ്പോൾ മാങ്ങ എറിയാൻ പോകരുത്. സ്വോത്രം. പഠിച്ചാൽ രക്ഷ. സ്വോത്രം. ഇതാണ് റഷ്യ 15 വെട്ടിമുറിച്ചത്. സ്വോത്രം.
ഇതൊക്കെ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ പ്രസംഗിക്കാം. സ്വോത്രം. അല്ലാതെ 21-ാം നൂറ്റാണ്ട് ഇനി റാന്നി വന്ന് ഞാൻ കാനാവിലെ കല്യാണം പറഞ്ഞ വല്ല രക്ഷയുണ്ട്, അവിടെ വെടി തീരാറായി. സ്വോത്രം. 2ാം ലോക മഹായുദ്ധം നടന്നപ്പോഴേ ഒരു ചരിത്രമുണ്ട്. പിന്നെ ഇസ്രായേലിൻ്റെ മണ്ണിൽ ഭയങ്കര വെടിവെപ്പ്. പട്ടാളക്കാരി ഇന്ന് അമ്മച്ചിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മച്ചി ഇതാ വെടി വരുന്ന മര്യാദയ്ക്ക് എഴുന്നേക്കാം. അമ്മച്ചി പറഞ്ഞു, നീ മിണ്ടി പോരുത്, ഞാൻ ചപ്പാത്തി നിന്നിട്ട് എഴുന്നേക്കത്തോളം. സ്വോത്രം. അതുപോലെ നമ്മുടെ ബന്ധിക്കോസുകാരെല്ലാം ഇരിക്കുന്ന എഞ്ചിയുന്ന കുരങ്ങനെ പോലെ വരും അച്ഛാ. സ്വോത്രം. ഇത് അവസാനം സംഭവിക്കാൻ എന്താണെന്നറിയാമോ? കുവൈറ്റുകാരെ പോലെ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. കുവൈറ്റിൽ ഒരു കാലത്ത് 90 ആഗസ്റ്റിൽ എന്താ നടന്നതെന്ന് വല്ലവർക്കും അറിയാമോ? മിണ്ടുന്നില്ലല്ലോ. അറബികൾ കുവൈറ്റുകാർ ഇഷ്ടം പോലെ റാന്നിയിലുണ്ട്. വഴിയെ പോകുന്നവൻ്റെ തലയിൽ പെപ്സി കുപ്പി അടുത്തെറിഞ്ഞത്. സ്വോത്രം. അവർ വിചാരിച്ച് എന്ത് സന്തോഷമായിട്ടിരിക്കാന്ന്. ഒരു സുപ്രഭാതത്തിലെ സ്വോത്രം എന്താ സംഭവിച്ചെന്നറിയാം? സദാം ഹുസൈൻ കയറി എണ്ണക്കിണറും ഷേക്കിൻ്റെ പാലസും അടിച്ചപ്പോഴേ 3-ാം ദിവസം ഒരു ബ്രെഡിനും ഒരു കുപ്പി വെള്ളത്തിനും മരുഭൂമി ക്യൂ നിന്നതാ കുവൈറ്റുകാരൻ. സ്വോത്രം. അതുകൊണ്ട് പെന്തിക്കോസുകാരെ മടങ്ങി വാ. എല്ലാ ദിവസവും കാറിനകത്ത് കയറി വാട്സപ്പ് അടിച്ചു കഴിഞ്ഞ് ഉപദേശിക്ക് പോസ്റ്റുമിട്ട് സഭയ്ക്കെതിരെ കുറ്റം പറഞ്ഞ് നാട്ടുകാരനെ ഹല്ലേലൂയ മയക്കുവെടിയും വെച്ച് നിൽക്കാൻ ആരും വിചാരിക്കേണ്ട മക്കളെ. ഒറ്റ രാത്രി ഉക്രൈനകത്ത് റഷ്യ കയറിയതുപോലെ അന്തിമ കാകളത്തിന്റെ ദിനങ്ങൾ അടുക്കപ്പെടാറായി. നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്കവാതിൽക്കലായി. എല്ലാവർക്കും തീരാറായി. സ്വോത്രം. അതുകൊണ്ടായി സുവിശേഷം ഇവിടെ പ്രസംഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഇതിലേക്ക് ഒരു റോഡ് വെട്ടോന്നറിയാം? ഇസ്രായേലിലേക്ക്. അതാ കുഞ്ഞു വായിച്ച 6 ശേഷിപ്പിച്ച് താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉക്രൈൻ. അതിലെ കൂടെ ക്രിമിയ കടന്നാൽ നേരെ സൈബീരിയ എന്നൊരു സ്കെയിൽ എടുത്താൽ സിറിയ വഴി ഇസ്രായേലിനെ ആക്രമിക്കുക. അത് തടുക്കാനായി ഇന്ന് ഗോലാൻ കുന്നുകളിൽ അവരെടുക്കുന്നത്. അടുത്ത വാക്ക് വായിച്ചോട്ടെ മോളെ. 6 ശേഷിപ്പിച്ച് വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. സന്തോഷമില്ലല്ലോ? അപ്പൊ ഈ യുദ്ധം എവിടെ പോകാൻ പോകുന്നു? പുനലൂരിൽ നിന്ന് മൂവാറ്റുപുഴ റോഡ് പോലെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനം ചെല്ലാൻ പോകുന്നത് ഒരന്തിമ യുദ്ധമായി ഇസ്രായേലിലേക്ക്. എന്തിന് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും? പലരും പറയും ജാതി ആക്രമണമല്ല. പുറകെ ഞാൻ വായിച്ചു തരും. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കോ? വേഗത്തിൽ അടുത്ത വാക്യങ്ങൾ. എസെക്കിയേൽ പ്രവചനം 38:7-8 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചോട്ടെ. എസെക്കിയേൽ പ്രവചനം 38:7-8 വാക്യങ്ങൾ നിരന്തരം വായിച്ചോട്ടെ. ഒരുങ്ങിക്കൊള്ളുക. റഷ്യയുടെ കൂടെ കുറെ പേര് കൂടിയിട്ടുണ്ട്. റാന്നിക്കാർ കേൾക്കണം. റഷ്യയുടെ കൂടെ കൂടിയത് ആരാ? ചൈന. റഷ്യയുടെ കൂടെ കൂടിയത് ആരാന്നറിയാമോ? തുർക്കിയിലെ തൊയ്ബർദോഗൻ. ഇപ്പൊ റഷ്യക്ക് ഡ്രോൺ കൊടുക്കുന്ന ആരാന്നറിയാമോ? ഇറാൻ. ഇതിന്റെ പേര് കഴിഞ്ഞ ദിവസം ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഷാങ്കായ് ഉച്ചകോടി. കരമുയരുന്നില്ലല്ലോ? അങ്ങനെ വല്ലതും കേട്ടായിരുന്നു? എല്ലാ പത്രത്തിലും ഫോട്ടോ ഉണ്ടായിരുന്നു. 4 നേതാക്കൾ ഒരുമിക്കുന്നു. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, ചെറുപ്പക്കാരൻ ഹൂട്ടി, അടുത്ത തുർക്കിയിലെ തൊയ്ബർദോഗൻ, അടുത്ത ഇറാന്റെ പ്രസിഡന്റ് അഹമ്മദ് അൽ സൈദി. അവർ 4 പേരും കരമുയർത്തി പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് നീങ്ങാം ലോകത്തിൽ. നീയും വായിച്ച മോളെ അടുത്ത ഭാഗം. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുകയും. റഷ്യ ഇപ്പോൾ അവർക്ക് മേധാവി. USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്, അവർക്ക് മേധാവി. അടുത്ത വാക്ക്. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. വാളിലൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും കൊച്ചി മട്ടാഞ്ചേരി മുതൽ നയാഗ്ര ഫാൾസ് വരെ അഥവാ നൈജീരിയ വരെ ചിതറിപ്പോയ ജനം മടങ്ങി വരും. അടുത്തത് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് ഒടുക്കം വന്നു ചേരും. റാന്നി ആ രാജ്യം വായിച്ചാട്ട് മോളെ. 48 മെയ് 14 വരെ അറബി ഒട്ടകത്തെ മൂങ്ങ മൂളിയും കാടപ്പക്ഷി കരഞ്ഞ നിരന്തര ശൂന്യമായി കിടന്ന കരമുയർത്തിയാട്ടെ അന്തിമ യുദ്ധം. ഇതാ ബൈബിളിന്റെ തനിമ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ? വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തിരിക്കുന്നു. സ്വത്രം. അതുകൊണ്ട് ലോകം 2 ചേരിയിൽ. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കൂ. അതിനാസ്പദമായി ലോകം 2 ചേരിയിൽ വരും. അതായി കോവിഡ് സാധാരണ സംഭവമല്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, ലോകാരംഭം മുതൽ ഇൻ ദ ബിഗിനിങ് ഓഫ് വേൾഡ് സച്ച് എ പാൻഡമിക് ഓർ പാനിക് സിറ്റുവേഷൻ നോട്ട് എറ്റ് ഇൻ ദ വേൾഡ്. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ലോകം 2 ചേരിയിലാവൂ. എസെക്കിയേൽ പ്രവചനം 38:5-6 വായിക്കാം. എസെക്കിയേൽ പ്രവചനം 38:5-6. ലോകം 2 ചേരിയിൽ. വായിച്ചാട്ട് മക്കളെ, വായിക്കാം. നിന്നോടുകൂടെ വായിച്ചാട്ടോ. എസെക്കിയേൽ 38:5-6 വാക്യങ്ങൾ. അതേ അധ്യായം വായിച്ചാട്ടെ. ഒന്ന് പാർസികൾ ആരാന്നറിയോ? കുഞ്ഞുങ്ങൾ വചനം പഠിക്കണം. ഇറാനും അഫ്ഗാനിസ്ഥാനും ആരുടെ കൂടെ നിൽക്കുമെന്നറിയാമോ? റഷ്യയുടെ കൂടെ നിൽക്കും. അടുത്ത വാക്ക് കൂശ്യർ, ഇന്നത്തെ എത്യോപ്യ രാജ്യം. പൂത്യർ, ലിബിയ രാജ്യം. അടുത്തത്
ഗോമേർ IPC ചാടി ചർച്ച കൂടി പോകുന്ന അവന്റെ പേരാ ജർമ്മനി. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അതാ യൂറോപ്യൻ യൂണിയൻ. 10 കൊമ്പ്. യൂറോപ്യൻ യൂണിയൻ ഏതാ? കുഞ്ഞുങ്ങളെല്ലാം UK പോയില്ലേ? അമ്മമാർ കേൾക്കുന്നില്ലല്ലോ. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. കരമുയർത്തിയാട്ട എവരാ? യൂറോപ്യൻ യൂണിയൻ. അതിൽ നിന്ന് 2 എണ്ണം പോകും തോമാച്ച. ഒരുത്തൻ ചാടും IPC ചർച്ച കൂടിച്ചോടുന്നല്ല, അവന്റെ പേരാ ജർമ്മനി. മറ്റവൻ തീരും ബ്രിട്ടൻ. അതാ റഷീസുണക്ക് പുകയുമ്പോൾ 10 കൊമ്പ്. കരമുയരുന്നില്ലയോ? തീരാറായി അമ്മാമ്മേ. സ്വോത്രം. അന്ത്യദിനമായി കഴിഞ്ഞു. ഗോമേര് ഇന്നത്തെ ജർമ്മനി. പിന്നൊരുത്തനുണ്ട്, അതിന്റെ പേര് അറബ് ലീഗ്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. വായിക്കാൻ കുഞ്ഞെ അടുത്ത വാക്ക്. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹമാ ഇന്നത്തെ തുർക്കിയിൽ ഒരു ഭരണാധികാരി വന്നു. അവന്റെ പേരാ തോയ്ബർ ദോഗർ. റാന്നിക്കാർ ശ്രദ്ധിക്കണം. യേശു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. കരമുയരുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് ഇന്ന് അറബ് ലീഗിന്റെ നേതാവായി ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയെ പിടിച്ചെടുത്ത ഒരുവൻ വന്നു, തോയ്ബർ ദോഗൻ. അവനാ ഇന്ന് അറബ് ലീഗിന്റെ നേതാവ്. OIC മീറ്റ് 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയോട് അടുപ്പിക്കുന്നവനാ. ഇത്രയും പേര് റഷ്യയുടെ അടുത്ത് കൂടും. തീർന്നില്ല. ഇനി അടുത്തത് അമേരിക്കയുടെ കൂടെ ആരോ? ഇനി ആര്? ഇസ്രയേലിന്റെ കൂടെ ആര്? എന്തിന് ഇസ്രയേലിനെ റഷ്യ ആക്രമിക്കും? അടുത്ത വാക്ക് വായിച്ചാട്ട്. എസക്കേൽ പ്രവചനം 38:13 വാക്യം. കുഞ്ഞൊന്ന് വായിച്ചാട്ടെ. എസക്കേൽ 38:13 വാക്യം വായിക്കാം. ശബ ആരാന്നറിയാവോ? സൗദിയുടെ അപ്പുറത്ത് ഇറാന്റെ ഹൂത്തി വിമതർ മിസൈൽ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേരാ ശബ. ഇന്നത്തെ യമൻ രാജ്യം. കരമുയരുന്നില്ലല്ലോ. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനി അത് അരംകോയ്ക്ക് ആര് ഭീഷണിയാ? ഇന്നത്തെ യമൻ ഭീഷണിയാ. സൗദി അറേബ്യയുടെ മണ്ടയിൽ നിന്നിട്ട് ആരടിക്കും? അമേരിക്ക യമനെ അടിച്ച് ഒതുക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡൻ സൗദി അറേബ്യ വന്നു. മിണ്ടുന്നില്ലല്ലോ. കരമുയരുന്നില്ലല്ലോ. ഇതെല്ലാം അന്ത്യകാല സംഭവങ്ങളാണ്. നിങ്ങൾ കേൾക്കണം. യമന്റെ അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്. അത് വായിച്ചാട്ട് മോളെ. ദദാന തൊട്ടപ്പുറത്ത് ഏടനിൽ നിന്ന് അടുത്ത ബോർഡറാ ഈജിപ്റ്റ്. ഇസ്രായേലിനെ അടിക്കാൻ പറ്റിയ പാത. ഈ റോഡൊക്കെയാ ചൈനയുടെ സിൽക്ക് പാത. നിന്നാൽ 5 ദിവസം നിൽക്കണം. ശബയും ദദാനും. അടുത്തത് തർശീഷ് വർത്തകങ്ങൾ. ആരാ? 4 രാഷ്ട്രങ്ങളിൽ നിന്ന് ഉക്രൈന് സപ്പോർട്ട്. 1 അമേരിക്ക, 2 കാനഡ, 3 ഓസ്ട്രേലിയ, 4 യൂറോപ്പ്. കരമുയർത്തിയാട്ടെ. സ്വോത്രം. പേപ്പർ വായിക്കുന്നവർക്കറിയാം. അമേരിക്കൻ പ്രസിഡന്റ് വാരി കൊടുക്കുമല്ലേ അച്ചായ? ജോസാൻ കണ്ടില്ലേ? 400 കോടി എങ്ങാണ്ടാ ഇപ്പൊ കൊടുത്തത്. പേട്രിയറ്റ് മിസൈൽ മൊത്തം മാറി ഉക്രൈന് കൊടുക്കുക. അമേരിക്കൻ പ്രസിഡന്റ് മോന്റെ കൂട്ടുകാരനെന്ന ഉക്രൈന്റെ പ്രസിഡന്റ്. അത് കഴിഞ്ഞിട്ട് കാനഡ വാരി കൊടുക്കുന്നു, ഓസ്ട്രേലിയ വാരി കൊടുക്കുന്നു. ഇവരെ ലോകം കോവിഡിന്റെ 2 ചേരിയിലാക്കി. തർശീഷ് വർത്തകങ്ങൾ. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന 4 രാഷ്ട്രങ്ങൾ ഇസ്രായേലിനോട് വൻകിട ശക്തികൾ. അടുത്തതെന്റെ പ്രസംഗം തീരുവോടനെ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ബാലസിംഹങ്ങൾ. തൈവാനും ജപ്പാനും. ആ ബാലസിംഹം. ഇന്നത്തെ കുതിക്കുന്ന 2 രാഷ്ട്രങ്ങളാണ് തൈവാനും ജപ്പാനും. ബാലസിംഹങ്ങൾ ആരോട്? ഇന്നത്തെ റഷ്യയോട്. നീ കൊള്ളയിടുവാനോ അടുത്തത് മതി. ഇത്രയും മതി മക്കളെ. പെന്തിക്കോസുകാർ പറയുന്ന ജാതീയാക്രമണം എന്നല്ല. ഈ ഉക്രൈൻ യുദ്ധത്തിൽ തകരുന്ന റഷ്യ രക്ഷപ്പെടണമെങ്കിൽ ഇസ്രയേലിനെ ആക്രമിക്കണം. ചെവിയുള്ളവൻ കേട്ടോണം. എന്തിന് ഇസ്രയേലിനെ ആക്രമിക്കണം? ഏറ്റവും കൂടുതൽ എണ്ണയുള്ളത് സൗദിയിലല്ല, അബുദാബി അഡ്നോക്കിലല്ല. ഏറ്റവും കൂടുതൽ എണ്ണ കിടക്കുന്ന സ്ഥലം ഇസ്രയേലിന്റെ വടക്കേ അറ്റത്ത് ഈജിപ്തിനോട് ചേർന്ന് യാഫ. അവിടെ മറിയയുടെ ഒരു ഗോത്രമുണ്ട്, ആഷേർ ഗോത്രം. ആവർത്തന പുസ്തകം 33 എഴുതിയിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് വായിക്കണം, സമയമില്ല. അവരുടെ കാൽ എണ്ണക്കിണറിൽ മുങ്ങി. സ്വോത്രം. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്തിലെ എണ്ണ കിടക്കുന്നത് എവിടാ? ഇന്നത്തെ ഇസ്രയേലിനകത്ത്. 2 റഷ്യയിലെ ആണവായുധാക്രി പ്രവർത്തിക്കണമെങ്കിൽ ചവറയിലെ കരിമണൽ കിട്ടുന്നത് പോലെ ഒരു സംഭവം നടക്കണം. ആ ധാതു ലവണങ്ങൾ എവിടെ കിടപ്പുണ്ട്? ലോത്തിന്റെ കാലത്ത് തീയിറങ്ങിയ ഒരു കടലുണ്ട്. ആ കടലിന്റെ പേരാ ചാവുകടൽ. അതിനകത്ത് സാധനം കിടപ്പുണ്ട് പാസ്റ്റർമാരെ. തോറിയം, ലിഥിയം, യുറേനിയം, പ്ലൂട്ടോണിയം. ഇത് കിട്ടിയാൽ റഷ്യയുടെ ആണവ പ്ലാന്റ്. 3ാമത്തത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഇവിടെ ഖത്തറിലല്ല, ഇസ്രയേലിന്റെ നെഗോ മരുഭൂമി, ഈജിപ്തിനോട് ചേർന്ന് കർദീപ്. ഇവിടെ ഭൂമിക്കടിക്ക് ഇഷ്ടം പോലെ ഗ്യാസ് ഉണ്ടെങ്കിൽ ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് എസക്കേൽ എഴുതി വെച്ചു, റഷ്യയെ നീ കവർച്ചയിടുവാനോ കൊള്ളയിടുവാനോ വന്നത്. കോവിഡിന്റെ അന്ത്യത്തെങ്കിൽ ഇത് കാണുമ്പോൾ
ഒരന്തിമ യുദ്ധത്തിലേക്ക് ലോകം വരാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി കേൾക്കണം, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അതതിൻ്റെ പടയാളികളെയും പട്ടാളക്കാരെയും വാഗാ അതിർത്തിയിൽ ഒരൊഴിച്ചു മാറ്റൽ നടത്തും. സന്ധ്യയെങ്കിൽ പതാകയെങ്കിൽ ഇന്ത്യയുടെ പാർട്ടികളെ കോൺസുലേറ്റുമാരെ ഇന്ത്യക്ക് കൊടുക്കുക, പാകിസ്ഥാന്റെ ആൾക്കാരെ പച്ച പതാകയോട് കൈമാറും. അങ്ങനെയെങ്കിൽ ഇസ്രയേലുമായി ഒരന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരൊഴിച്ചു മാറ്റൽ റാന്നിയിൽ നടക്കും. അതിൻ്റെ പേര് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ കൂട്ടുവാ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി കല്യാണി മുക്കേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെ അടിക്കണമെങ്കിൽ ഒരുവൻ തകരണം. ആരവന്റെ പേര്? അമേരിക്ക തകരണം. അമേരിക്ക തകരുമോ? അതുകൊണ്ടല്ലേ ജോസഫ് വീട് വിട്ടിട്ടായിട്ടിരിക്കുന്നത്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അമേരിക്ക തകർന്നേ പറ്റൂ. റാന്നിക്കാര് ഞാൻ പറയാം, പത്തനംതിട്ടയിൽ നിന്ന് 4 ചെറുപ്പക്കാർ റാന്നിയിലെ തോമാച്ചായൻ്റെ മോനെ വടിവാളുമായിട്ട് അടിക്കാൻ വരുക. അപ്പം തോമാച്ചായൻ റാന്നി വീട്ടുമുറ്റത്ത് നല്ല വെട്ടുകത്തി പടക്കായിട്ട് നിൽക്കുക. പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവർ പറയും മോനേക്കാളും കട്ട അപ്പ, അതുകൊണ്ട് തിരിച്ചു വന്നു. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ഇസ്രയേലിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്ക ക്ലിയർ. യഹൂദൻ്റെ കയ്യിലാണ് വാൾ സ്ട്രീറ്റ്, അമേരിക്കക്കാർക്ക് അറിയത്തില്ല. അങ്ങനെയെങ്കിൽ അമേരിക്ക സാമ്പത്തികമായി തകരണം. ബൈബിളിനകത്തുണ്ടോ? വായിക്കാം. ഇരമ്യാ പ്രവചനം 22-ാം അധ്യായം 21-22. ബൈബിൾ അടുത്താട്ട മക്കള്. ഞാൻ വല്ലതൊക്കെ പറഞ്ഞിട്ട് പോയ നാളെ ക്രിസ്ത്യൻ ലൈവിൻ്റെ അകത്ത് പോസ്റ്റ് വരും, അല്ലേ തന്നെ ചെകുത്താനെന്ന് വിളിച്ചെന്നെ കൊല്ലായിരിക്കുമോ. സ്വോത്രം. അതുകൊണ്ട് ഇതേ പറയാതെ റെഡിയാകത്തില്ല. ബാക്കി ആ ഇരമ്യാ പ്രവചനം 22. നിന്റെ നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ഇസ്രയേലിനോട് ശുഭകാലത്ത് ഞാൻ സംസാരിച്ചു. അടുത്ത വാക്ക്, നീയോ ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞു. പണ്ട് അവൻ പറയുന്ന വല്ലതും കേൾക്കൂ? പണ്ട് ബിലയാമെന്ന് പറഞ്ഞൊരു പ്രവാചകനില്ലായിരുന്നു? ബാലാക്കിന്റെ മോഹക്കാഴ്ചയ്ക്ക് പോയില്ലയോ? ശൗൽ എന്ന് പറയുന്ന രാജാവില്ലായിരുന്നു? പ്ലാൻ വിട്ട് പോയില്ലേ? ദാവീദ് അന്നേരം ബൈനോക്കുലറുമായിട്ട് ലോകം മൊത്തം കറങ്ങിയില്ലയോ? സ്വോത്രം. ഊരിയാവിൻ്റെ ഭാര്യയെ വീട്ടിൽ കൊണ്ടുവന്നില്ല? സന്തോഷമില്ലല്ലോ. പറയുന്നവന്മാർ കേൾക്കുവോ? മിണ്ടത്തില്ലല്ലോ. സ്വോത്രം. അടുത്തത് വായിക്കാം. എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത്. എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത്. ഇത് പ്രവചന, മനസ്സിലാക്കണം. അടുത്തത്, ബാല്യം മുതൽ നിനക്കുള്ള ശീലം. കൊച്ചുനാളിലേ നിന്റെ ശീല. പിന്നെ ഇത് പറഞ്ഞാലും നാടൻ ഭാഷയെ പറഞ്ഞാൽ എത്ര നാൾ കടന്നാലും കുടലിൽ തന്നെ. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. അടുത്ത വാക്ക്, നിന്നെ മേയ്ക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. അതിന്റെ പേരാ സാമ്പത്തിക മാന്ദ്യം. കരമുയരുന്നില്ലല്ലോ. അമേരിക്ക എത്ര ശതമാനം വിലക്കയറ്റം? ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല, ജോസാൻ വിഷമിക്കേണ്ട, കാശും ചോദിക്കുകയുള്ളൂ. സ്വോത്രം. 40% അമേരിക്ക വിലക്കയറ്റം. ജോസാനൊന്ന് കൈ ഉയർത്തിയാട്ടെ. അങ്ങനല്ലയോ? സന്തോഷമില്ലല്ലോ. അമേരിക്ക വിലക്കയറ്റമല്ലയോ? എല്ലാ സ്ഥലത്തും സാമ്പത്തിക മാന്ദ്യം. സുനക് വന്ന് രക്ഷപ്പെടുത്താന്ന് അവിടെ സാമ്പത്തിക മാന്ദ്യം. കാനഡയിൽ ഇവിടുത്തെ പിള്ളേർ പഠിക്കുന്നു, പാർട്ട് ടൈം ജോലിയില്ല. നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. അർത്ഥം, നിന്നെ സഹായിപ്പാൻ ആരും കാണത്തില്ല. അതിന്റെ പേരാ ഗ്ലോബൽ എക്കോണമിക് ക്രൈസിസ്. കോവിഡിന് ശേഷം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. അമേരിക്കയും കൈതരത്തില്ല, ബ്രിട്ടനും കൈതരത്തില്ല, കാനഡയും കൈതരത്തില്ല, ആസ്ട്രേലിയ നിന്നെ സഹായിക്കത്തില്ല. സാമ്പത്തിക മാന്ദ്യം. അന്ന് യഹൂദന്റെ നിലവിളി ഉയരും. കുത്തിയവങ്കലേക്ക് അവർ നോക്കുന്ന ഒരു കാലം. കരമുയരുന്നില്ലല്ലോ. അന്തിമ ദിനത്തിന്റെ ചാലുകൾ ഒരുവാറായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 2 വാക്യം കൂടെ പറയുമ്പോൾ നിർത്താം. ഇന്ന് ഇസ്രയേലിനകത്ത് എന്തിനാ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഭരണത്തിൽ കൊണ്ടുവന്നേ? എന്തിനാ ഭരണത്തിൽ കൊണ്ടുവന്നേ? പലസ്തീൻ അതിനെ കൈകാര്യം ചെയ്യാനാ. ഈ അടി എവിടെ തുടങ്ങിയാന്നറിയോ? ഈ യുദ്ധം ഒരു വീട്ടിൽ തുടങ്ങിയതാ. അബ്രഹാമിന്റെ വീട്ടിൽ തുടങ്ങിയതാ. ആരാ? ഇസഹാക്കും ഇസ്മായിലും. 2ാമത്തെ യുദ്ധം ആരൊക്കെയാ? ഏശാവും യാക്കോബും. 3ാമത്തെ സെബീബയിൽ ഖത്തറി നടന്ന പോലെ നടന്നു. 7 താഴ്വരെ ദാവീദും ഗോലിയാത്തും. അതിൻ്റെ ഏറ്റവും ഫൈനലാ നമ്മൾ കാണാൻ പോകുന്നത് അറബ് ലീഗും ഇസ്രായേൽ യുദ്ധം. റഷ്യ പിന്താങ്ങും. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ? 2 വാക്യം കൂടെ കേട്ടിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാം. ഗാസ ഇസ്രായേൽ വിഷയം. അതിനെ കൊണ്ടുവരാനാ ഇന്ന് നെതന്യാഹുവിനെ തിരിച്ചു കൊണ്ടുവന്നതെങ്കിൽ അറബ് ലീഗ് ഒരുമിക്കാൻ പോകുന്നു, ഗാസയെ ആക്രമിക്കുവാൻ പോകുന്നു. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 6-7. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമോസിന്റെ പ്രവചനം 1-6-7 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഗാസ ഇസ്രായേൽ സംഘട്ടനം. 4 അതിക്രമം നടന്നു. കേട്ടോ മക്കളെ? 2003 ആദ്യത്തെ അതിക്രമം, 2007 2ാമത്തെ അതിക്രമം. അന്ന് എത്ര പേര് മരിച്ചെന്നറിയോ? 700. 2014 2500 പലസ്തീൻകാരെ ഇസ്രായേൽ വെടിവെച്ചു കൊന്നത്. 2021 കോവിഡ് കാലത്ത് 250 പേരെ വെടിവെച്ചു കൊന്നെങ്കിൽ ഇത് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്ന പോലെ ഗാസയുടെ
3 4 അതിക്രമം, 4 നാം കണ്ടു. ഇനി ലോകം കാണാൻ പോകുന്ന വായിച്ചു തരാം. അടുത്ത വാക്ക്. അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന്, അതിന് ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കുക, ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കി കളയില്ല, ഞാൻ ശിക്ഷ മടക്കി കളയില്ല. അടുത്തത് എന്തിന് നെതന്യാഹു വന്നു? അടുത്ത വാക്ക്. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. പലസ്തീന്റെ മണ്ണിനകത്ത് ഇസ്രായേൽ ആക്രമണം. അതിന്റെ തുടക്കം കോവിഡ് തുടങ്ങിയത്. അൽ ജസീറ TV. അത് കഴിഞ്ഞിട്ട് എന്തോന്നറിയാമോ, അവിടുത്തെ കെട്ടിടങ്ങൾ വരെ തകർത്തു. സ്വത്രം. ഇന്ന് ഞാനൊരു കാര്യം, ഇത് ലൈവ് കത്തറിപ്പൊക്കൊണ്ടിരിക്കുക. ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതിന്റെ 2 വിഭാഗം, അൽക്കയ്യൂമോ അല്ലക്സ ബ്രിഗേഡ്. ഇതൊക്കെ പഠിക്കണം. PLO യാസർ അറാബത്തിന് ശേഷം ഇന്ന് ആരാ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന? ഖത്തറുകാരാ. സ്വത്രം. ഞാൻ ഇന്ന് ഖത്തറിയിരിക്കുന്നവരോട് പറയാ, ഇസ്രായേലിനെ പച്ചവെള്ളത്തിൽ കുടിച്ചാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വത്രം. പണ്ട് ഇസ്രായേലിനെ പലസ്തീൻ്റെ ഒരു കോൺഫറൻസ് അമേരിക്ക ശ്രദ്ധിക്ക്, ബിൽ ക്ലിൻ്റനാണ് നടത്തിയത്. അന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ, അന്ന് പലസ്തീൻ്റെ നേതാവ് യാസർ അറാബത്ത്, ഇവർ രണ്ടുപേരുടെ കൈയും കൊടുത്ത് വൈറ്റ് ഹൗസിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പറയും, നമ്മൾ അബ്രഹാമിൻ്റെ മക്കളായി ഇനി ഒരുമിക്കാമെന്ന്. സ്വത്രം. ഞാൻ വിചാരിച്ച എല്ലാ പ്രശ്നവും തീർന്നെന്ന്. 4-ാം ദിവസം നോക്കിയപ്പം പലസ്തീൻ്റെ മണ്ടയ്ക്ക് അവൻ അടിച്ചിരിക്കുക. സ്വത്രം. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഖത്തറിലുള്ളവർ ശ്രദ്ധിക്കുക, പലസ്തീൻ്റെ ഹമാസിൻ്റെ ഓഫീസ് 2 എണ്ണം ഉണ്ട് ഖത്തറിനകത്ത്. അതിനകത്ത് 2 പേരിരിപ്പുണ്ട്. ഖാലിദ് മിഷേൽ, മുഹമ്മദ് ഖനിയ. താമസമിന ഖത്തറിന്റെ മണ്ടയ്ക്ക് അവ അടിക്കും. സ്വത്രം. ഇതൊക്കെ അറബ് ലീഗിനെതിരെ വരുന്ന അന്തിമ ദിനങ്ങൾ. അങ്ങനെയെങ്കിൽ ഗാസയിൽ നിന്ന്, ഗാസയുടെ 3 4 അടുത്ത ഒരു വാക്കുകൂടെ വായിച്ചാട്ടെ. അടുത്ത് അരമനകളെ ദഹിപ്പിച്ചു കളയും. അടുത്തത് അസ്തോദിൽ നിന്ന് ഇസ്രായേലിന്റെ പട്ടണ ഗാസയുടെ മുൻപിൽ കിടക്കുന്നത് അസ്തോദ്, അഷ്കലോൺ, എക്രോൺ, ലൂദ്. അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. ഈ 2 പട്ടണത്തിൽ ഗാസയിൽ നിന്ന് റോക്കറ്റ് വരും. അതാ കഴിഞ്ഞ ദിവസങ്ങളിൽ നെതന്യാഹു അധികാരത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ സംഘടന വീണ്ടും തുടങ്ങി. മക്കളെ, ഇന്ന് രാത്രി ദൈവജനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ബൈബിളിലെ പ്രവചനങ്ങളല്ല ഒരു ഡ്രോയിങ് വരയ്ക്കുന്നത് പോലെ കോവിഡിന്റെ മറവിൽ നിവർത്തിച്ച് കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 കാര്യം കൂടെ പറഞ്ഞു നിർത്തൂ. ഇന്ന് ഇസ്രായേലിനെ ആരാ സംരക്ഷിക്കുന്നത്? ഇസ്രായേലിനെ സംരക്ഷിക്കുന്നു അയണ്ടോ. അങ്ങനെ കേട്ട ചെറുപ്പക്കാരെങ്കിലും ഉണ്ടോ? അയണ്ടോ. അങ്ങനെ കേട്ടില്ലേ? സ്വതന്ത്രം. പലസ്തീനിൽ നിന്ന് റോക്കറ്റ് വരുമ്പോൾ ആകാശത്ത് വെച്ച് തകർക്കുന്ന ഒരു ടെക്നോളജിയാ അയണ്ടോ. അങ്ങനെയെങ്കിൽ ആ അയണ്ടോം തകരുന്ന ഒരു ദിനം വരാറായി. ബൈബിളിനകത്തുണ്ടോ അയണ്ടോ? യെശയ്യാ പ്രവചനം 31:5 അയണ്ടോ. പക്ഷി ചുറ്റി കറന്ന് കാക്കുന്നത് പോലെ. വായിച്ചാട്ടെ മോളെ, ഒരു വാക്യം കൂടെ കഴിയുമ്പോൾ തീരും. വായിക്കാം. യെശയ്യാ പ്രവചനം 31:5 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 31:5. പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ. ബൈബിൾ ഉള്ളവരെല്ലാം വാക്യം എടുത്താട്ടെ. ഇതിന്റെ പേരാ നിങ്ങളുടെ പത്രത്തിൽ നാളെ വരും. അയണ്ടോ. ആകാശത്ത് വെച്ച് ഗാസയിൽ നിന്ന് വരുന്ന റോക്കറ്റിന് ഇസ്രായേൽ തകർക്കുന്ന ടെക്നോളജിയാ ഈ അയണ്ടോ. പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. ഇപ്പോൾ അവരെ കാക്കുന്നത് അയണ്ടോ. ഒരു സയൻസ് കൂടെ പറഞ്ഞു നിർത്താം. എന്താ അയണ്ടോ? ഏകദേശം 3700 കോടി ഇന്ത്യൻ രൂപ, 50 ദശലക്ഷം കണ്ട് അമേരിക്കൻ ഡോളറാ. 5 കാര്യം ഇതിനകത്തുള്ള. കേൾക്കണം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇനിയുള്ളവരാരും ഇത് പറയത്തില്ല. 1 ഇന്റർസെപ്റ്റർ, 2 എലക്ട്രാ റഡാർ, 3 BMC ബാറ്റിൽ മാനേജ്മെന്റ് കമ്പോണന്റ്, 4 ലാൻഡിംഗ് യൂണിറ്റ്, 5-ാമത്തെ സയൻസാ. അതിനകത്തൊരു ബാറ്ററി ഉണ്ട്. ഇതിന്റെ പേരാ അയണ്ടോ. ഗാസയിൽ നിന്ന് ഒരു മിസൈൽ ഇസ്രായേലിന്റെ മണ്ണിൽ വരുമ്പോൾ ഇന്റർസെപ്റ്റർ കാണും. ഇലക്ട്രാ റഡാർ ഇസ്രായേലിൽ മെസ്സേജ് കൊടുക്കുന്നത് ആ മിസൈൽ വരുന്നത്. അന്നേരം നമ്മുടെ മലയാളി പെൺകൊച്ചുങ്ങൾ കെയർ ഗീവേഴ്സ് ഭൂമിയുടെ അടിയിലേക്ക് പോകും. ആ സമയത്ത് BMC ബാറ്റിൽ മാനേജ്മെന്റ് ചാർജ് ആവും. ബാറ്ററിയോട് പറയും ലാൻഡിങ്ങിന് കറണ്ട് കൊടുക്കാൻ. ആ സമയത്ത് പലസ്തീനിൽ നിന്ന് വരുന്ന റോക്കറ്റിന് ആകാശത്ത് വെച്ച് ഇസ്രായേൽ തകർക്കുന്ന ടെക്നോളജിയാ അയണ്ടോം. കരമുയരുന്നില്ലല്ലോ, പക്ഷി ചുറ്റി കറക്കുന്നത് പോലെ. നിങ്ങൾ മിണ്ടത്തില്ല. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? സ്വത്രം. ഇന്ന് രാത്രി പലസ്തീനകത്ത് നിന്ന് വരുന്ന റോക്കറ്റിന്, പണ്ടത്തെ കാലത്ത് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ കുവൈറ്റിന്റെ മണ്ണിലേക്ക് ഇറാഖിന്റെ മിസൈൽ വരുമ്പോൾ അമേരിക്കയുടെ പേട്രിയോട്ട് തകർത്തു. അതുപോലെ ഇന്ന് രാത്രി ഇസ്രായേൽ പലസ്തീൻ സംഘടനകത്തിനകത്ത് എന്താ സംഭവിക്കുന്നത്?
ഫലസ്തീൻ്റെ ഒരു റോക്കറ്റ് വീഴാതെ ആകാശത്തിനകത്ത് പക്ഷി ചുറ്റിക്കറക്കുന്നത് പോലെ കാക്ക്. അങ്ങനെയെങ്കിൽ താമസമിന ചൈന, റഷ്യ, അറബ് ലീഗ്, അഫ്ഗാൻ, പാകിസ്ഥാൻ ഇവരെല്ലാം ഇസ്രയേലിൻ്റെ നേർക്ക് വളയുന്ന ഒരു ദിനം വരും. പാണ്ഡവ കൗരവ യുദ്ധത്തിൽ ബ്രഹ്മാസവും ആഗ്നേയാസ്ത്രവും അന്തരീക്ഷത്തിൽ അടിക്കുന്നത് പോലെ അടിക്കുക. പക്ഷേ 21 രാഷ്ട്രങ്ങളുടെ നടുവിൽ, ഇസ്ലാമിക യൂണിയന്റെ നടുവിൽ കിടക്കുന്നവർ ഒരുമിച്ച് എഴുന്നേറ്റ് വന്നാൽ ഇസ്രയേലിന്റെ മിസൈല്, ഹല്ലേലൂയ, അഥവാ അറബ് രാജ്യങ്ങളുടെ മിസൈലെല്ലാം കൂടെ അയൺ ഡോമിന് തകർക്കുവാൻ കഴിയത്തില്ല. അന്നവർ കൊത്തിയവങ്കലേക്ക് നോക്കുന്ന ദിനം വരുന്നു. യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. ഇന്ന് രാത്രി അവർ കുത്തിയവങ്കലേക്ക് നോക്കുമ്പോൾ യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ കർത്താവ് അവർക്ക് വേണ്ടി വെളിപ്പെടുവാൻ കാലമായി. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പി, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്. കോവിഡിന്റെ മറവിൽ അറബ് ലീഗും റഷ്യയും ചൈനയും അതിനെതിരെ വരുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ ഇസ്രയേലിനെതിരെ ഒരു അന്തിമ യുദ്ധം നടക്കാറായി. ആ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുൻപ് യേശുവിൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. 26ാമത് കൺവെൻഷനിലിരിക്കുന്ന ദൈവമക്കളുടെ പ്രത്യാശയ്ക്കായി 1.5 മണിക്കൂറായി ബാബു പാസ് ഇവിടെ വെള്ളം വെച്ചിരിക്കുക. പക്ഷെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഈ അന്ത്യകാലത്തിൻ്റെ വചനം കേട്ടിട്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെടാതെ നിന്റെ വഴിക്ക് നീങ്ങിയാൽ വരുവാനുള്ള ന്യായവിധിക്കകത്ത് നീ പെട്ടുപോകും. റാന്നിയെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ചങ്കൂറ്റത്തോടെ ഞാൻ പറയുമോ, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി എല്ലാവരും വിചാരിക്കുക റാന്നി ഇരുന്നല വീട്ടിൽ ഗോദറേജ് ഇട്ട് AC ഇട്ടിരിക്കാന്ന്. കുഞ്ഞ് ഇന്ന് രാത്രി മാനസാന്തരപ്പെടുക. എൻ പ്രയാണക്കാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, യൗവനത്തിൽ മരണം, കൗമാര്യത്തിൽ മരണം, ബാല്യത്തിൽ മരണം. മരണം ഏത് സമയവും നിന്നെ പിടിക്കും. ഇന്ന് രാത്രി മരിച്ചാൽ നിന്റെ ആത്മാവിന് ഒരു വാസമുണ്ടോ? സ്വോത്രം. ഇനി കല്യാണിമുക്ക് വന്നില്ലേലും വേണ്ടിയല്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ മരണത്തിൻ്റെ അവസ്ഥയെപ്പറ്റി 3 വേദങ്ങൾ, ഒന്ന് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. ഭൂമിക്ക് കീഴെ കേടാത്ത തീയും ചാകാത്ത പുഴു, യശയാപ്രവചനം. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. റാന്നിയിലെ തോമാച്ചാൻ ചെന്നപ്പോൾ ചെത്തോങ്കര ഷാപ്പി കുടിച്ച് അച്ചായന്മാർ പറഞ്ഞ് കല്യാണിമൊക്കെ കൺവെൻഷൻ കേട്ടിട്ടെങ്കിൽ അച്ചാൻ കൈ ഉയർത്തേണ്ടത്. സ്വോത്രം. അവിടെ ഒരു സാധനമുണ്ട്, അച്ചായ അമ്മാമ ആരും പ്രസംഗത്തില്ല, നരകത്തിൻ്റെ അറ. ചെറുക്കൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ബ്ലാങ്കറ്റ് അല്ല, കിർമിയാ. ഹല്ലേലൂയ. സ്വോത്രം. അവിടെ ചെന്ന് വാ തുറക്കുമ്പോൾ കിർമി വായിക്കകത്ത് കയറും. സ്വോത്രം. ഇത് ഹൈന്ദവരുടെ ഇട്ടിയപ്പാറ മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരുടെ നോമ്പ് കാലത്തിൻ്റെ പ്രത്യേകത എന്താ? അവർ നോമ്പ് പറഞ്ഞിട്ട് പള്ളിയിലോട്ട് ഓടിപ്പോകും. പള്ളിയിൽ ഓടിപ്പോകുമ്പോൾ അവിടെ തെറാവി പഠിപ്പിക്കും അവരുടെ പുരോഹിതൻ അന്ത്യകാലം. അതിനകത്ത് മസ്നാദ് എന്ന് പറയുന്ന ഒരു പുറമുണ്ട് മക്കളെ. അതിലെഴുതിയിരിക്കുക, ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കൊത്തി വലിക്കുന്ന പാമ്പുണ്ട്. മാനസാന്തരപ്പെട്ടോ. ഹൈന്ദവരുടെ വേദങ്ങൾ, മഹാഭാരതം, മഹാവിഷ്ണു ചമയ്ക്കുമ്പോൾ പറയുന്നത് ആലില പോലെ ഈ ഭൂമി വിറയ്ക്കുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മാനസാന്തരപ്പെട്ടോ. നമ്മൾ ഇട്ടിയപ്പാറ അമ്പലത്തിൽ ഉത്സവത്തിന് പോകും, ഗാനമേളയ്ക്ക് പോലീസുമായിട്ട് അടിയുണ്ടാക്കാം. മിണ്ടുന്നില്ലല്ലോ. രാവിലെ ഒരു ചേട്ടനും ചേച്ചിയും കാവി മുണ്ട് കൊടുത്തിട്ട് അമ്പലത്തിൽ മൈക്ക് താത്ത് വെച്ച് വായിക്കുന്ന കണ്ടിട്ടുണ്ടോ അച്ചായ? നമ്മൾ നോക്കത്തില്ലല്ലോ. ആ ചേട്ടനും ചേച്ചിയും വായിക്കുന്ന എന്താ? സത്കർമ്മോദയ. മര്യാദയ്ക്ക് ജീവിച്ചാൽ നിന്റെ ആത്മാവ് നല്ല സ്ഥലത്ത് പോകുമെന്ന്. അതാ ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവ. മതങ്ങളും സങ്കല്പങ്ങളും സൂത്രങ്ങളും കർമ്മകാണ്ഡാദികളും എല്ലാം പറയുന്നു ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൊട്ടാരത്തിൽ മരിച്ചാലും, കോട്ടയ്ക്കകത്ത് മരിച്ചാലും, വയലിൽ മരിച്ചാലും, വീട്ടിൽ മരിച്ചാലും, കപ്പക്കാലായിൽ മരിച്ചാലും, കവലയിൽ മരിച്ചാലും, വെള്ളത്തിൽ വീണ് മരിച്ചാലും, കോവിഡ് വന്ന് മരിച്ചാലും, ഞങ്ങൾക്കൊരുറപ്പുണ്ട്, എവിടെ മരിച്ചാലും ഞങ്ങളുടെ ശരീരമേ മരിക്കത്തുള്ളൂ, ആത്മാവ് നിത്യതയിലേക്ക് എടുക്കപ്പെടും. അതുകൊണ്ട് സഭാപ്രസംഗിയാക്കമിട്ട് ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴെ പാതാളം അവനെ വിട്ടൊടിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി സത്യവചനം അകത്തളത്തിനകത്ത് ചലിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി റാന്നിയിൽ വചനമെടുത്ത ദൈവമക്കളോട് ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ ചാങ്കൂറ്റ
സന്തോഷത്തോടെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവാ. ഇന്ന് രാത്രി എന്താ നീ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ആരിന്ന് രാത്രി റാന്നി കൈ ഉയർത്ത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ആ ദൈവമക്കളാകുവാൻ, പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ, സ്വോത്രകാഴ്ചകൾ, ഉരുളലുകൾ വേണ്ട. ഇന്ന് രാത്രി കല്യാണിമുക്കിൽ ആര് പറയും, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർത്താൽ, ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ എൻ്റെ നാഥൻ വരാറായി. ഇന്ന് രാത്രി അറ്റ് ഓൺലൈൻ വാച്ചിങ് ദിസ് മീഡിയ anywhere in the world, now at time the end time message, listen to hear, that means the end times. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. എൻ്റെ പ്രവചന ഭാഗം നിർത്താറായി. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലേ 2 ടിക്കറ്റ് കിട്ടും. മോളെ ഒരു വാക്യം കൂടെ തരണം. 2 ടിക്കറ്റ് കിട്ടും. ഏതാ ഒരു ടിക്കറ്റ്? ഫ്ലാറ്റ് പോകും. അങ്ങനെ കേട്ടിട്ടില്ലേ? 10 രൂപയുടെ ടിക്കറ്റ്. ശരവണ അന്ന ചായ കുടിക്കാം, മിണ്ടുന്നില്ലല്ലോ ചായ. സ്വോത്രം. വേറൊരെണ്ണം ഉണ്ട് 180 രൂപയ്ക്ക്, കോഴിക്കോട് വരെ പാസ്, സ്ലീപ്പറാ. സ്വോത്രം. അതിനകത്ത് പെങ്കൊച്ച് എഴുതരും, സാറേ S2 സീറ്റ് 18. പ്ലെയിൻ വരാറാകുമ്പോൾ കല്യാണം ഉറച്ച പെങ്കൊച്ച് പയ്യനെ നോക്കുന്ന പോലെ നമ്മൾ സീറ്റെ നോക്കിക്കൊണ്ടിരിക്കും. സ്വോത്രം. ഉടനെ മണിനാഥം മുടങ്ങും. ദാ വരുന്നു കോഴിക്കോട്ടേക്കുള്ള ഇൻ്റർസിറ്റി വരുന്നു, യാത്രക്കാർ ശ്രദ്ധിക്കുക. ഉടനെ നാം പറയും S2 സീറ്റ് നമ്പർ 18. രക്ഷയുടെ ടിക്കറ്റിനകത്ത് ലോക സംഭവം കാണുമ്പോൾ അവൻ ഉറപ്പുണ്ട്, എൻ്റെ നാഥൻ വരാറായി.